കണ്ണൂർ പെരിങ്ങത്തൂരിൽ വീട്ടുകാർ ഫോൺ വാങ്ങി വെച്ചതിന് 17കാരൻ വീട് വിട്ടിറങ്ങിയിട്ട് 6 ദിവസമായിരിക്കുന്നു. പോലീസ് അന്വേഷണം ഊർജിതമല്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. SIT രൂപീകരിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് കുടുംബം. ഇവരിപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പ്രതികരണം കേൾക്കാം ആദ്യം. അന്വേഷണം തുടരുന്നു പറയുന്നത് മകനെ കുറിച്ചിട്ട് ഇതുവരെ ഒരു വ്യക്തമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചതായി കാണുന്നില്ല. ഞാൻ ഇന്നലെ പരാതി കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്കിപ്പോൾ ഉള്ള ഒരു ഇത്. കൂടുതലായിട്ട് ഇനി എന്തെന്നാണ് ഞാൻ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. നിഖിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്നെ അന്വേഷിക്കേണ്ട, കാശിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഈ കുട്ടി വീട് വിട്ടു പോയിട്ട് ഒരാഴ്ചയിലേക്ക് എത്തുന്നു. എന്താണ് ഈ പോലീസ് അന്വേഷണം ഇങ്ങനെ മന്ദഗതിയിൽ പോകാനുള്ള കാരണം? സേതു, ഏതായാലും പോലീസ് അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും 6 ദിവസമായിട്ടും കുട്ടിയെ കണ്ടെത്താനാവാത്തതിലുള്ള പരാതി തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ കാണാതായ കുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയത്. ശിവസൂര്യയുടെ അച്ഛൻ ജഗദീഷ് പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമാണ്. മൊബൈൽ ഫോൺ വീട്ടിൽ വാങ്ങിവെച്ചതിനെ തുടർന്നായിരുന്നു ശിവസൂര്യ കഴിഞ്ഞ ശനിയാഴ്ച വീട് വിട്ടിറങ്ങിയത്. ഞാൻ കാശിക്ക് പോകുന്നു, ദൈവത്തിൽ അലിഞ്ഞ് ജീവിക്കാൻ എന്നൊക്കെയുള്ളൊരു കത്തെഴുതി വെച്ചാണ് അവൻ പോയത്. ഈ മൊബൈൽ ഉപയോഗിച്ച് ഓൺലൈൻ ഗെയിം കളിക്കുന്നതായും അതുവഴി കുട്ടിക്ക് പണം നഷ്ടമായതായും കണ്ടെത്തിയതിന് പിന്നാലെയാണ് പിതാവ് ഇത്തരത്തിൽ ഫോൺ വാങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു മനോവിഷമത്തിൽ കുട്ടി വീട് വിട്ടിറങ്ങി എന്നതാണ് കുടുംബം പറയുന്നത്. മറ്റ് കാരണങ്ങളൊന്നും തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പക്ഷേ 6 ദിവസമായിട്ടും ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഒരു സൂചന പോലും പോലീസിൻ്റെ അന്വേഷണത്തിൽ കിട്ടിയില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ചൊക്ലി രാമവിലാസം സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ PTA കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് കൂടി ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 6ാം ദിവസമായിട്ടും ഇങ്ങനൊരു കുട്ടിയെ കാണാതായിട്ട് കണ്ടെത്താനാവുന്നില്ല. പോലീസ് അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഊർജിതമല്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും ഈ PTA യുടെയും ഒക്കെ പരാതിയായി വരുന്നത്. ഓക്കെ നിഖിൽ, ശരി.